ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി കാരണം ചന്ദ്ര അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ശ്രുതി ഒരുപാട് പരിശ്രമിച്ചിട്ടും ചന്ദ്രോദയത്തിലോട്ട് കയറാനൊന്നും സാധിക്കുന്നില്ലല്ലോ. അച്ചമ്മയാണെങ്കിൽ ഈ വിവരങ്ങളൊന്നും ചന്ദ്രോദയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. ലാസ്റ്റ് ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കാരണം ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിലോട്ട് കയറണമല്ലോ, ഇനി അച്ചമ്മയേ ഉള്ളൂ ഒരു വഴിയെന്ന് ശ്രുതിയുടെ മനസ്സിൽ തോന്നുവാണ്. കാരണം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനേ നോക്കത്തുള്ളൂ, തനിക്ക് മാപ്പ് തരും, തനിക്ക് വീണ്ടും അച്ചമ്മ വഴി ചന്ദ്രോദയത്തിലോട്ട് കയറാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി മീരയെ കൊണ്ട് അച്ചമ്മയെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രോദയത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അച്ചമ്മയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അച്ചമ്മക്ക് നല്ല ദേഷ്യം വരുവാണ്. കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടും ഒരാൾ പോലും തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. താൻ ആ വീട്ടിൽ പോയി 2 ദിവസം നിന്നപ്പോൾ പോലും ഒരാളും തന്നോട് പറഞ്ഞില്ല. ശ്രുതി ബാംഗ്ലൂരിൽ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുവാണെന്നാണല്ലോ അന്ന് അച്ചമ്മയോട് പറഞ്ഞത്. പക്ഷേ ചന്ദ്രയുടെയും ശ്രുതിയുടെയും പെരുമാറ്റം കണ്ടപ്പോൾ അച്ചമ്മക്ക് അന്ന് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു സംഭവം ആയിരിക്കും അതെന്ന് അച്ചമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരാൾ പറഞ്ഞിട്ട് ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിയുമ്പോൾ അച്ചമ്മക്ക് നല്ല ദേഷ്യം വരുവാണ്. കേട്ട പാടെ അച്ചമ്മ നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. ചന്ദ്രോദയത്തിലോട്ട് പോയിട്ട് പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു യുദ്ധം തന്നെ നടക്കുവാണേ. അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് എത്തുമ്പോഴേക്കും സച്ചിയും രേവതിയും ഒക്കെ ഓടി വരുന്നുണ്ട്. അല്ല, ഇതാരാ അച്ചമ്മയോ? വരുന്ന വിവരമൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ, എന്താ അച്ചമ്മയെ പെട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ തോന്നിയിട്ടുണ്ടാവോടാ, അതായിരിക്കും വന്നത്. ചന്ദ്രയാണെങ്കിലോ, അമ്മ എന്താ ഇന്നാൾ വന്ന് പോയതല്ലേ ഉള്ളൂ, പിന്നെ എന്താ വീണ്ടും ഇപ്പോൾ വരാനെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ ആർക്കും ഒരു മറുപടി കൊടുക്കാതെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണേ. നിങ്ങൾ ആരും എന്നോട് മിണ്ടിപ്പോകരുത്, ഈ കുടുംബത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾ ആരും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എവിടെയാടാ ശ്രുതി എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതിയും ചന്ദ്രയിൽ നിന്ന് പരുങ്ങുവാണേ. എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എടാ ശ്രുതി, നിന്നോട് ഞാൻ ചോദിച്ചത് നിന്റെ ഭാര്യ എവിടെയാടാന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ, അവൾക്ക് വീണ്ടും ഒരു കല്യാണത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവൾ വീണ്ടും ബാംഗ്ലൂരിലോട്ട് പോയിന്ന് ചന്ദ്ര പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അച്ചമ്മ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ്. നിർത്തരി ചന്ദ്രേ, മതി നീ കള്ളം പറഞ്ഞത്, സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ, ഞാൻ പറയാൻ വേണ്ടി. അപ്പോൾ അച്ചമ്മ പറയും, മിണ്ടരുത്, എടാ സച്ചി, നീ എന്നിൽ നിന്നും ഒന്നും മറക്കാറില്ലല്ലോ, നീ പോലും എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും പറയുന്നുണ്ട്, അത് പിന്നെ അച്ചമ്മയ്ക്ക് വിഷമാവും ഓർത്തിട്ടാണ് ഞങ്ങളൊന്നും പറയാതിരുന്നെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് വിഷമായില്ലേ, ഞാനും ഈ കുടുംബത്തിലെ ഒരാളല്ലേടാ, നിങ്ങൾ എന്നെ അങ്ങനെയല്ലേ കണ്ടേക്കണത്, പിന്നെ എന്താ എന്നോടൊന്നും പറയാത്തതെന്നൊക്കെ ചോദിച്ച് ഇമോഷണൽ ആകുമ്പോഴേക്കും എല്ലാവരും അച്ചമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മ പറയും, വേണ്ട, ആരും എന്നെ സമാധാനിപ്പിക്കാനൊന്നും നിൽക്കണ്ട, എടാ സുധി, നിന്റെ ഭാര്യ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. എന്നിട്ട് പറയും, എനിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, എനിക്കറിയില്ലെന്നോ, ഞാൻ നിന്റെ ഭാര്യയെക്കുറിച്ചാണ് ചോദിച്ചത്, അല്ലാതെ വേറൊരുത്തിയെ പറ്റിയല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൾ ആ മീരയുടെ വീട്ടിൽ കാണും, അല്ലാതെ എവിടെ പോകാനാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയുടെ നേതൃത്വത്തിൽ ശ്രുതിയെ വീണ്ടും ചന്ദ്രോദയത്തിലോട്ട് കൊണ്ടുവരുവാണ്. ചന്ദ്ര ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അച്ചമ്മ ചന്ദ്രയാണ് കുറ്റം പറയുന്നത്. കാരണം നിന്റെ അത്യാർത്തിയും അത്യാഗ്രഹവും എല്ലാം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൾ കള്ളം പറയാനുള്ള കാരണം നീയാണ് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തവർ അതും കാണണം. അങ്ങനെ ശ്രുതിയെ ഫോൺ ചെയ്ത് ചന്ദ്രോദയത്തിലോട്ട് എത്തിക്കുമ്പോഴേക്കും അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കുന്നുണ്ട്. ചന്ദ്ര വീണ്ടും ഒരുപാട് ശ്രുതിയെ തല്ലുന്നുണ്ട്. പക്ഷെ അച്ചമ്മ ഇടപെട്ട് എല്ലാം കോംപ്രമൈസ് ആക്കുവാണ്. ഇനി നീ കുടുംബത്തിനൊത്ത മരുമകളായിരിക്കണമെന്നും ആരും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്നും ഇനി അതുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ പറയണം എന്നൊക്കെ പറയുവാണ്. പക്ഷേ ശ്രുതിയെ തൻ്റെ മോനെക്കുറിച്ചോ തനിക്ക് അമ്മയുള്ള വിവരമോ ഒന്നും തന്നെ അപ്പോഴും പറയുന്നില്ല. എല്ലാം മറച്ചു വെച്ച് ഇനി ഞാൻ ഈ കുടുംബത്തിൻ്റെ നല്ല മരുമകളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മയ്ക്ക് സത്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ചന്ദ്രോദയത്തിലോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിരുന്ന ശ്രുതിക്ക് ഇതൊരു തുറുപ്പുചീട്ടായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ആരൊക്കെ ചന്ദ്രക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ശരി, താൻ ഇനി ഈ പടി ഇറങ്ങില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ചന്ദ്രോദയത്തിൽ തിരിച്ചെത്തിയ ശ്രുതിയുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ചന്ദ്ര രേവതിയോട് പെരുമാറുന്നതിനേക്കാളും മോശമായിട്ടാണ് ശ്രുതിയോട് പെരുമാറുന്നത്. കാരണം ഒരു കാശിന് വകയില്ലാത്തവളാണ് ശ്രുതി എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ സ്വഭാവം അങ്ങോട്ട് ആകെ മാറുവാണ്. അച്ചമ്മ 2 ദിവസം നിന്ന് കഴിഞ്ഞിട്ട് ചന്ദ്രോദയത്തിൽ നിന്നും പോകുന്നുണ്ട്. പിന്നെ അവിടെ എല്ലാം ഒരു യുദ്ധക്കളം തന്നെ നടക്കുവാണ്.
ചന്ദ്രയാണെങ്കിലോ ശ്രുതിയെ കാണുമ്പോൾ ഓരോ ചീത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിലുള്ള ജോലി മൊത്തം ശ്രുതിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ശ്രുതിക്ക് പോലും ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ചന്ദ്രോദയത്തിൽ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ആൻ്റണിയുടെ ഓഫീസിൽ ആൻ്റണിയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചുകൊണ്ടും വരുവാണേ. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, ഇതെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ, ഞാൻ റോഡിലൂടെ വരുന്ന ടൈമിലെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആ വഴിയിൽ ആരുമില്ല. കിട്ടിയ സമയം നോക്കി ആ മാല ഞാനിങ്ങ് പറിച്ചെടുത്തു. അതായത് ഇതൊരു 3 പവനെങ്കിലും കാണും എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നീ എന്നിട്ട് എന്താടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ എന്നെ പിടിക്കട്ടെ എന്ന് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അല്ല ആൻ്റണി ചേട്ടാ, ഇത് വിൽക്കാൻ പോയാൽ എന്നെ പോലീസ് പിടിക്കും എന്ന് ഉറപ്പാണ്. ആൻ്റണി ചേട്ടനാവുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും പരിചയത്തിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇതിൻ്റെ കാശ് എനിക്ക് മേടിച്ചു തരുമല്ലോ, കിട്ടുന്ന കാശ് മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഗുണ്ട. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഇത് നേർവഴിക്കൊന്നും ഒരു ജ്വല്ലറിയിലും കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കില്ല. കാരണം അപ്പം തന്നെ എന്നെ പോലീസ് പിടിച്ചോണ്ടും പോവും. കട്ട മുതലായതുകൊണ്ട് തന്നെ നിനക്ക് പ്രതീക്ഷിച്ച തുകയൊന്നും ഈ മാലയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. 3 പവൻ ഉണ്ടെങ്കിൽ ഇതിനൊരു 3 ലക്ഷത്തിന് മേലെ വരും ഇപ്പോഴത്തെ റേറ്റ്. പക്ഷെ അത് നിനക്ക് കിട്ടില്ല. അതിൻ്റെ പകുതിയെങ്കിലും കിട്ടിയാലായി എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, കിട്ടിയ തുക മതി ആൻ്റണി ചേട്ടാ. ആൻ്റണി ചേട്ടൻ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, എന്നാൽ ശരി, നീ പൊയ്ക്കോ. ഞാൻ പൈസ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? എനിക്ക് പരിചയത്തിലുള്ള 2-3 പേരുണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിന്നെ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ വിടുവാണേ. അപ്പോഴേക്കും ആൻ്റണി ഇങ്ങനെ കുറേ ആലോചിച്ച് കഴിയുമ്പോഴേക്കും ആൻ്റണിയുടെ മനസ്സിൽ ശ്രുതിയുടെ മുഖം വരുവാണ്. അപ്പോൾ നവീനും ആ സമയത്ത് ആൻ്റണിയുടെ കൂടെ ഉണ്ടാവുകയെ. അപ്പോൾ നവീൻ ചോദിക്കും, ആൻ്റണി എന്തിനാ ഇപ്പോൾ ശ്രുതിയെ വിളിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയും, അല്ലാതെ ഈ മാല ഞാൻ ആർക്ക് കൊടുക്കാനാ? അവളെ കൊണ്ട് ഞാൻ ഈ മാല മേടിപ്പിക്കും. ഞാൻ ചോദിക്കുന്ന പൈസ അവൾ തരുകയും ചെയ്യും. നീ നോക്കിക്കോ നവീനെ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി ഫോൺ എടുത്തിട്ട് നേരെ ശ്രുതിയെ വിളിക്കുവാണ്. എന്നിട്ട് എത്രയും വേഗം ഓഫീസിലോട്ട് വരാൻ പറയുവാണേ. ശ്രുതി അപ്പോഴേക്കും ആൻ്റണിയുടെ ഓഫീസിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആൻ്റണി, ഈ ഓഫീസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നിർത്താൻ ഞാൻ പറഞ്ഞതല്ലേ? സച്ചിക്ക് നല്ല സംശയമുണ്ട്, ഇനി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ആ വീട്ടിലെ അവസ്ഥ എൻ്റെ മോശമാണെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ശ്രുതി, ഒരു അത്യാവശ്യ കാര്യമായോണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ആ മാലയുടെ ബോക്സ് ശ്രുതിക്ക് നേരെ നീട്ടുവാണേ. അപ്പോഴേക്കും ശ്രുതി ആ ബോക്സ് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ ആൻ്റണി ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും നീ തുറന്ന് നോക്കുമെന്ന് പറയുവാണേ. ശ്രുതി തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല അടിപൊളി സ്വർണ്ണമാല കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും, ഇതെന്താ ആൻ്റണി സ്വർണ്ണമാല, ഇതെന്തിനാ നീ എനിക്ക് തരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ടേ, ശ്രുതി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നീ ഈ മാല എടുത്തിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ഞാൻ 2 ലക്ഷം രൂപ നിനക്ക് തരണമെന്നോ? അതിന് എനിക്ക് ഈ മാല വേണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നീ ആ മാല ശരിക്കും നോക്ക് ശ്രുതി, അതൊരു 3 പവൻ്റെ മേലെയെങ്കിലും തൂക്കം വരും. ഇപ്പോഴത്തെ കാലത്തെ റേറ്റൊക്കെ നിനക്കറിയാലോ. ഇതെനിക്ക് പൈസക്ക് അത്യാവശ്യമായോണ്ടാ. 2 ലക്ഷം എനിക്ക് വേണം ശ്രുതി. അതുകൊണ്ടാ കുറഞ്ഞ പൈസക്കെങ്കിലും ആർക്കെങ്കിലും, നീ എൻ്റെ സുഹൃത്തും കൂടിയാണല്ലോ, അപ്പോൾ നിനക്ക് തരാമെന്ന് ഓർത്തത്. നീ അത് ശരിക്കും നോക്ക് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ആ മാലയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടേ. എന്നിട്ട് പറയും, ആൻ്റണി പറയുന്നുണ്ടേ, പഴയ മോഡൽ മാലയാ, നിനക്കത് ഇഷ്ടാവും, നിനക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും, എടുക്ക് ശ്രുതി, എനിക്ക് പൈസക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻ്റണിയെ പെട്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇനി ഇത് വല്ല കവറിങ് ആഭരണം വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ശ്രുതി, അങ്ങനെ പറയരുത്. ഞാൻ നിന്നോടൊരു കള്ളത്തരവും ചെയ്യില്ല. കാരണം നീ എൻ്റെ ഇപ്പോൾ ഒരു നല്ല സുഹൃത്താ. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാൻ ഈ മാല തരുന്നതും. നീ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി പരിശോധിച്ചോ, എന്നിട്ട് സ്വർണ്ണമാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രം തന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഹേയ് വേണ്ട ആൻ്റണി, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയും കാശില്ല എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ശ്രുതി, ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില അനുസരിച്ച് നിനക്ക് ഈ പൈസക്ക് 3 പവൻ്റെ മാലയൊന്നും മേടിക്കാൻ പറ്റത്തില്ല. എടുക്ക് ശ്രുതി, എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിനക്കിത് തരാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ, 2 ലക്ഷം രൂപയ്ക്ക് ഈ 3 പവന് മേലെയുള്ള മാല കിട്ടുന്നത് ലാഭമാണ്. ആൻറ്റിക്കാണെങ്കിലോ എന്നോടിപ്പോൾ ആകെപ്പാടെ ദേഷ്യവും ഉള്ള സമയമാണ്. ഈ മാല കണ്ട ആൻറ്റിയുടെ കണ്ണ് മഞ്ഞളിക്കും. ആൻറ്റിക്ക് സ്വർണ്ണമാല കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് സ്നേഹം തോന്നും, എന്നോടുള്ള ദേഷ്യമൊക്കെ മാറും. ആൻറ്റിയെ സോപ്പിടാനുള്ള ഒരു ഐഡിയ ആയിട്ട് ഇത് മാറ്റാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ആൻ്റണിയോട് പറയുന്നുണ്ട്, ആൻ്റണി, ഞാൻ പൈസ ഒപ്പിച്ചിട്ട് എന്നാൽ നിന്നെ വിളിക്കാമെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയും, നീ ആ മാല എടുത്തോ ശ്രുതി, കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ പൈസ ഒപ്പിച്ചിട്ട് വരുമ്പോൾ നീ ഈ മാല തന്നാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് ആ മാല മേടിക്കണം എന്നുള്ള ഒറ്റ
ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കാരണം ചന്ദ്രയെ എങ്ങനെയെങ്കിലും മയക്കണം. മാല സ്വർണം കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രയുടെ ഉള്ളിലുള്ള ചന്ദ്രക്ക് സ്വർണത്തോടൊക്കെ ഭയങ്കര ആർത്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മാല ഒരിക്കലും ചന്ദ്ര വേണ്ട എന്ന് പറയത്തില്ല. അതുകൊണ്ട് തന്നെ മാല കൊടുത്ത തന്നെയും ചന്ദ്ര അംഗീകരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ആ പൈസ ഒപ്പിച്ചിട്ട് ആന്റണിയുടെ കയ്യിൽ നിന്നും ആ മാല മേടിക്കുവാണേ. കട്ട മുതലാണെന്നൊന്നും ശ്രുതിക്ക് അറിയില്ലല്ലോ. എന്നിട്ട് ശ്രുതി ആ മാലയായിട്ട് ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. അപ്പോൾ ഹോളിൽ എല്ലാവരും ഇരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ ശ്രുതി പയ്യെ ചന്ദ്രയുടെ അടുത്തോട്ട് പോയിട്ട് ഈ ബോക്സ് നീട്ടുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്താടി ഇതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇത് ഞാൻ ആൻറ്റിക്ക് വേണ്ടി മേടിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വലിയ ഭാവം ഒന്നും കൊടുക്കുന്നില്ലേ. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ശ്രുതിയെ. അപ്പോൾ ശ്രുതി പറയും, എനിക്ക് ഇന്ന് വലിയൊരു ഓർഡറൊക്കെ ബ്രൈഡൽ മേക്കപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ കുറച്ച് കാശും കൂടി കിട്ടി. അപ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലും മേടിക്കണം എന്ന് തോന്നി, അങ്ങനെ മേടിച്ചതാ. ആൻറ്റി അത് തുറന്നു നോക്കുക, ആൻറ്റിക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അപ്പോഴും വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. കാരണം ശ്രുതിയോട് അത്രക്ക് ദേഷ്യമാണല്ലോ. അവസാനം ശ്രുതി തന്നെ ആ ബോക്സ് തുറന്ന് ആ മാല ചന്ദ്രക്ക് കാണിച്ചു കൊടുക്കുവാണേ. മാല കാണുമ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സൊന്ന് ഇളകുന്നുണ്ട്. കാരണം സ്വർണ്ണമാല, അതും പഴയ മോഡൽ ഡിസൈന്, ചന്ദ്രയുടെ സ്വപ്നത്തിലുള്ള മാല. ആ മാലയിലൊന്ന് നോക്കിയിട്ട് ചന്ദ്ര മുഖം തിരിക്കുവാണേ. അപ്പോഴേക്കും സച്ചിയും വർഷയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹോ അമ്മയെ മയക്കാനുള്ള പാലറേട്ടത്തിൻ്റെ ഐഡിയ കൊള്ളാം, സ്വർണം കണ്ട അമ്മ വീഴുന്ന് പാലറേട്ടത്തിക്ക് അറിയാം എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും വീഴില്ലടാ, എനിക്ക് ഈ മാലയൊന്നും വേണ്ട കേട്ടോടി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി പ്ലീസ് ആൻറ്റി, ഇത് ഞാൻ ആഗ്രഹിച്ച ആൻറ്റിക്ക് വേണ്ടി മേടിച്ചതാ. ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ആൻറ്റിയെ കാണുന്നത്. എനിക്ക് കൊടുക്കാനും അമ്മയൊന്നുമില്ല, ആൻറ്റിയാണ് എൻ്റെ അമ്മ, ഇത് മേടിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, മേടിക്ക് ചന്ദ്രയെ, അവൾ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, ഞാനേ അത്യാഗ്രഹം കൂടിയവളാണെന്ന്, സ്വർണം കണ്ടാൽ ഞാൻ വീഴുമെന്ന അവളുടെയും വിചാരം, ഞാൻ അങ്ങനെ വീഴത്തൊന്നുമില്ല, എനിക്ക് ഈ മാല വേണ്ടാന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഈ മാല നന്നായിട്ട് ചേരും, ചൈൽഡ്ഹുഡ് ഓർമ്മകളൊക്കെ വരും, കാരണം അത്രയ്ക്ക് പഴയ മാല ആൻറ്റി, നോക്ക് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ടേബിളിൽ വെക്കുന്നുണ്ട്. ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എടുത്താലും ഇല്ലെങ്കിലും ഈ മാല ഇവിടെ ഇരിക്കും, ഞാനിത് ആൻറ്റിക്ക് വേണ്ടി മേടിച്ചതാണ്, അതുകൊണ്ട് ഞാനിത് തിരികെ എടുക്കത്തില്ല, ആൻറ്റിക്ക് ഇത് സ്വീകരിക്കുകയോ വേണ്ടയോ എന്നുള്ളത് ആൻറ്റിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ശ്രുതി മുറിയിലോട്ട് പോവാണേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട്, അമ്മേ അതെടുക്കമ്മേന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അപ്പോഴും വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, എടാ സുധി, അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ അത് കൊണ്ടുപോയി മുറി കൊണ്ടുപോയി വെക്ക്, സ്വർണ്ണമല്ലേ, ഇങ്ങനെ ഹോളിലൊന്നും വെക്കണ്ടെന്ന് പറയുമ്പോഴേക്കും സുധി അത് കേട്ടിട്ട് ആ മാല എടുക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എവിടെ കൊണ്ടുപോകുന്നടാ, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുധിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവിടെ വെക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നീയല്ലേ ചന്ദ്രയെ മാലയൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ചന്ദ്ര പറയും, അത് അവളോടല്ലേ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന്, ആ മാല അവൾ ഞാൻ എടുത്താലും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും പോയതാ, അപ്പോൾ ഈ മാല എനിക്ക് തന്നെ ഉള്ളതല്ലേ, അവളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും മേടിക്കില്ല, പക്ഷേ ഈ ടേബിളിൽ നിന്ന് ഞാൻ എടുക്കും, നീ പോടാ, അവൻ മുറിയിലോട്ട് മാല കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആ മാല എടുത്തിട്ട് മുറിയിലോട്ട് പോവാണേ. മുറിയിലോട്ട് പോയിട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് കണ്ണാടിയിൽ. അങ്ങനെ ശ്രുതിയുടെ ഐഡിയ വിജയിച്ചിരിക്കുവാണ്. കാരണം സ്വർണം കൊടുത്തപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സൊക്കെ ഇളകിയിരിക്കുവാണേ. അപ്പോൾ തന്നോട് ഇനിയെങ്കിലും സ്നേഹം കാണിക്കുമെന്ന് ശ്രുതി വിചാരിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയുടെ ധാരണകളൊക്കെ തെറ്റാണ്. ചന്ദ്ര അപ്പോഴും ശ്രുതിനോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. കാരണം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ ഇത്രയും നാളായിട്ട് അവൾ പണക്കാരിയാണെന്ന് കള്ളം പറഞ്ഞ് നടന്നപ്പോഴൊന്നും ഇത്രയും പവൻ്റെ മാലയൊന്നും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ദേഷ്യം കാണിക്കുന്നത് കൊണ്ട് അവൾ എനിക്ക് സ്വർണ്ണമാലകളൊക്കെ ഗിഫ്റ്റായിട്ട് തരാൻ തുടങ്ങി. ഇനിയും ദേഷ്യം കാണിച്ചാൽ ഇനിയും എനിക്ക് ഒരുപാട് സ്വർണ്ണങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടും എന്നൊക്കെ ചന്ദ്ര ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിനോട് ദേഷ്യം കൂട്ടി ചന്ദ്ര പെരുമാറുവാണ്. അങ്ങനെ കുറച്ച് ദിവസവും കൂടി കഴിയുമ്പോഴേക്കും ഭാമയുടെയും ചന്ദ്രയുടെയും ഒരു കോമൺ ഫ്രണ്ടിൻ്റെ അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവരെ വിളിക്കുവാണ്. വൈകുന്നേരമാണ് പരിപാടി. അപ്പോൾ രണ്ടുപേരും ഭാമയും ചന്ദ്രയും നല്ല സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങി ഈ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ്. ചന്ദ്രയാണെങ്കിലോ ഒരു ഫംഗ്ഷൻ വരാൻ കാത്തിരിക്കുമായിരുന്നു ശ്രുതി തന്ന ആ മാല ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മാലയൊക്കെ അണിഞ്ഞിട്ട് ചന്ദ്ര ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാവരുടെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ചന്ദ്രയായിരിക്കും. കാരണം ആ മാല അത്രയ്ക്കും ഭംഗിയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ മാല കൊള്ളാലോ, പഴയ മോഡൽ ഡിസൈൻ, ഞങ്ങളൊക്കെ ഇത് എവിടെയൊക്കെ തപ്പി നടന്നാലും കിട്ടില്ല, ഇത് എവിടെന്നാ മേടിച്ചതെന്നൊക്കെ ചന്ദ്രയോട് എല്ലാവരും ആ മാലയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മോള് മലേഷ്യക്കാരിയാണ്, അവൾ എനിക്ക് തന്നതാന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ വെറുതെ ഇല്ലാത്തതൊക്കെ പൊക്കി അടിച്ച് പറയുവാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ചന്ദ്ര ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ടൈമിൽ ഈ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പുതിയൊരാൾ
വരുവാണ്. അതായത് അവർ ഇൻവൈറ്റ് ചെയ്ത ഒരു സ്ത്രീ വരുവാണ്. അങ്ങനെ എല്ലാവരും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന ടൈമിൽ ഈ സ്ത്രീ ചന്ദ്രയുടെ കഴുത്തിലെ ആ മാല ശ്രദ്ധിക്കുവാണ്. മാല ശ്രദ്ധിക്കുമ്പോഴേക്കും ആ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തുന്ന അവരെ വിളിച്ചിട്ട്, അതായത് ചന്ദ്രയുടെയും പാമയുടെയും ആ കോമൺ ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അതാരാന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് അതെൻ്റെ ഫ്രണ്ട്സാ ഭാമയും ചന്ദ്രയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയും ചന്ദ്രയും വിളിച്ചിട്ട് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് വന്ന സ്ത്രീക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് ചന്ദ്രയെ നോക്കിയിട്ട് ഈ മാല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഈ മാലയോ, ഓ ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരുടെയും ചോദ്യം ഇതായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു മാല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ, ഹാ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ മോഡൽ മാലയാന്നൊക്കെ ചന്ദ്ര ഭയങ്കര അഭിമാനത്തോടെ ഷൈൻ ചെയ്ത് സന്തോഷത്തോടെയൊക്കെ പറയുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അല്ല ഇതുപോലൊരു മാല എനിക്കും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ നിങ്ങൾക്കും ഉണ്ടോ, ഓ ഇതേ മോഡൽ മാല തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് എൻ്റെ മാല പക്ഷേ കഴിഞ്ഞ ആഴ്ച മോഷണം പോയി, ഞാൻ റോട്ടിൽ കൂടി നടന്നപ്പോഴേക്കും ഒരു കള്ളം വന്ന് എൻ്റെ കഴുത്തിൽ നിന്നും ഈ മാല പറിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴേക്കും അവിടെ കൂടി നിന്നവരൊക്കെ ചന്ദ്രയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയും അയ്യോ ഇത് ആ മാലയല്ല, ഇതെൻ്റെ മാലയാ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, ഇതെൻ്റെ മരുമോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന മാലയാന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് പക്ഷേ ഇത് എൻ്റെ മാല തന്നെയാണ്, എൻ്റെ മാല കണ്ട എനിക്കറിയാം, നിങ്ങൾക്ക് ഈ മാല എവിടെന്നാ കിട്ടിയെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോള് പൈസ കൊടുത്ത് മേടിച്ച, എനിക്ക് വേണ്ടി തെരഞ്ഞു പിടിച്ച് മേടിച്ച മാലയാന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിങ്ങൾ മൊത്തം കള്ളം കുടുംബമാണെന്ന് തോന്നുന്നല്ലേ, നിങ്ങളുടെ മരുമോളും കള്ളി നിങ്ങളും കള്ളി, നിങ്ങൾ ഒരുമിച്ചാണോ കക്കാൻ ഇറങ്ങുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ടേ. ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ മാല തിരിച്ചു നോക്ക്, അതിലെൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഞാൻ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാലയിലായിരിക്കും, ഈ മാലയിലൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവർ വിട്ടുകൊടുക്കുന്നില്ല, നിങ്ങൾ ആ മാലയൊന്ന് തിരിച്ചു നോക്ക്, നിങ്ങൾക്ക് എന്താ ഇത്ര പേടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര പ്രശ്നമാവുകയാണ്, കാരണം എല്ലാവരും കൂടുവാണ് ഇവരുടെ ബഹളങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പോൾ ഭാമ പറയുന്നുണ്ട് ചന്ദ്രേ നീ നിൻ്റെ മാല തന്നെയാണ് ഇതെന്ന് തെളിയിക്ക്, ആ മാല തിരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, നീ തിരിച്ചു കാണിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആ മാല തിരിച്ചു കാണിക്കുവാണേ. നോക്കുമ്പോഴേക്കും അവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ പേരിൻ്റെ സ്പെല്ലിങ് ഫസ്റ്റ് അക്ഷരം അതിലുണ്ട്. അത് കാണുമ്പോഴേക്കും ചന്ദ്രക്കാകെ ഷോക്കാവുകയാണ്. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരുടെയും മുമ്പിലിട്ട് ആ സ്ത്രീ ചന്ദ്രയെ അപമാനിക്കുവാണ്. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ മാലയാണെന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായില്ലേ, ഇതുപോലുള്ള കള്ളികളെയൊക്കെയാണോ ബർത്ത്ഡേക്ക് വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ആ ബർത്ത്ഡേ നടത്തുന്ന സ്ത്രീയോട് ഒരുപാട് ചൂടാവുന്നുണ്ട് ഇവർ വന്ന സ്ത്രീ. അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നിൽക്കുവാണേ. അപ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് ബൈക്കിൽ വന്നത് ഒരു കള്ളൻ ആണായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്, നിങ്ങളുടെ മരുമോളാണല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്ലാൻ ചെയ്താണോ മോഷ്ടിക്കുന്നത്, ദേ ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന എല്ലാവരും കഴുത്തിലും കയ്യിലൊക്കെ ശരിക്കും നോക്കിക്കോ, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്ക്, കാരണം നല്ല ഒന്നാം തരം കള്ളിയാ ഇവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് എന്തോ ഒരു ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ചന്ദ്ര അങ്ങനെ മോഷ്ടിക്കുന്ന കുടുംബത്തിലുള്ള ആളല്ല, നല്ല അന്തസ്സുള്ള തറവാട്ടുകാരാന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നുണ്ട് തറവാടിത്തൊക്കെ ഞാൻ കണ്ടു, കട്ട മുതൽ ഇട്ട് വന്നിരിക്കുക, എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും അങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ഒരുപാട് അപമാനിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലോ ശ്രുതിയോടുള്ള ദേഷ്യം അപ്പോൾ ഒന്നുകൂടെ കൂടുവാണ്. എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട് ഭാമേ നമുക്ക് പോവാം എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് എവിടെ പോകുന്നു, അവിടെ നിൽക്ക്, ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കട്ടെ, ഈ മാല മോഷണം പോയപ്പോഴേക്കും ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെയാണെങ്കിൽ CCTV ഫൂട്ടേജ് പോലും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഏതായാലും കള്ളിയെ കൈയോടെ പിടിച്ചല്ലോ, ഞാൻ ആ വിവരം പോലീസിനെ വിളിച്ച് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ഭാമയും അവിടെ കൂടി നിന്ന് ആ ബർത്ത്ഡേ നടക്കുന്ന സ്ത്രീയും കൂടി ഇവരുടെ കാല് പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇവരുടെ കുടുംബത്തിന് അത് വല്ലാത്തൊരു നാണക്കേടാവും, ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കുടുംബക്കാരായി ഇവർ, ഇതിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെന്താ നടന്നതെന്ന് നമുക്ക് അന്വേഷിക്കാം, പോലീസിനെ വിളിക്കരുത്, ഇവർക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുവാണ്. അപ്പോൾ അവരെന്നിട്ടും ചന്ദ്രയെ, അപ്പോൾ അവരത് കേൾക്കുന്നുണ്ടേ, പക്ഷെ ചന്ദ്രയെ അപമാനിക്കുന്നത് നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നുണ്ട് ചന്ദ്രയെ. ഒന്നും മിണ്ടാതെ ചന്ദ്ര ആ ബർത്ത്ഡേ ഫംഗ്ഷനിൽ നിന്നും ഇറങ്ങിപ്പോവാണ്. പിന്നെ പറയണ്ടല്ലോ, ചന്ദ്രോദയത്തിൽ എത്തിയിട്ട് വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കുവാണ്. ശ്രുതിയെ ഇട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. ഞാൻ ഓർത്തു നിനക്ക് കള്ളം മാത്രമേ പറയാൻ അറിയത്തുള്ളൂ എന്ന്, നീ പക്ഷേ കള്ളം മാത്രം പറയുന്നൊരു കള്ളിയല്ല, മോഷ്ടിക്കുന്ന കള്ളിയും കൂടിയാണല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് തല്ലുന്നുണ്ടേ. അപ്പോൾ ശ്രുതി പറയും ആൻറ്റി എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ചന്ദ്ര പറയും നിനക്കൊന്നും അറിയില്ലല്ലേടി, നീ എന്നോടുള്ള ദേഷ്യം തീർത്തതാണല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തല്ലുവാണ്. രവീന്ദ്രനും സച്ചിയും സുധിയും എല്ലാവരും കൂടി ചേർന്ന് ചന്ദ്രയെ പിടിച്ചു മാറ്റി കാര്യമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാനിന്ന് ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഇവിടെ തന്ന മാല ഇട്ട് പോയായിരുന്നു, അവിടെ വെച്ച് ഞാൻ നാണം കെടാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ.
മോഷ്ടിച്ച മുതലാണ് ഇവളെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതെന്ന് പറയുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഷോക്കാവുകയാണ്. ശ്രുതിയും ആ വിവരം അപ്പോഴാണല്ലോ അറിയുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാനിത് പൈസ കൊടുത്ത് മേടിച്ചതാന്ന് പറയുവാണ്. പക്ഷേ അവിടെയുള്ള ആരും അത് വിശ്വസിക്കുന്നില്ലേ. ലാസ്റ്റ് രേവതി ചോദിക്കുന്നുണ്ട്, പൈസ കൊടുത്ത് എവിടെന്നാ മേടിച്ചത് ശ്രുതി? വല്ല ജ്വല്ലറിയിൽ നിന്നാണോ? ആണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അവിടേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അന്നാ നടന്നിരിക്കുന്നതേ ആ സുഹൃത്തൊരു കള്ളനായിരിക്കും, അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച മാല മറിച്ച് വിറ്റതായിരിക്കും. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലായിടത്തും പോയി ചതിക്കപ്പെടാനാണല്ലോ വിധി. എത്രയൊക്കെ പഠിപ്പുണ്ട്, ബുദ്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലായിടത്തും പോയി വീണോളും എന്നൊക്കെ പറയുവാണ്. പക്ഷേ ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ ദേഷ്യം തീരുന്നത് വരെ ശ്രുതിയോ ചീത്തയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അതിൻ്റെ ഇടയിൽ ചന്ദ്ര പറയുന്നുണ്ട്, അവർ പോലീസിലെ കേസ് കൊടുത്തതുകൊണ്ട് തന്നെ പിൻവലിക്കാൻ വേണ്ടി അവരെന്തായാലും സ്റ്റേഷനിലോട്ട് പോകും, നീ കാത്തിരുന്നോ, നിന്നെ വന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ പേടിപ്പിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ ആൻ്റണിയോടുള്ള ദേഷ്യം കൂടി വരുവാണ്. ആൻ്റണി തന്നെ പെടുത്തിയതാണെന്ന് ശ്രുതി മനസ്സിലാക്കുവാണ്. ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.